നമസ്കാരം. കഴിഞ്ഞ ദിവസം അയർലൻഡിൽ കാണാതായ മലയാളി യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഡബ്ലിനിലെ ചെറുവുഡിൽ IT പ്രൊഫഷണലായിരുന്ന അശ്വതി രാജശേഖരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബ്രേ മേഖലയിലെ കടൽ തീരത്ത് നിന്നാണ് അശ്വതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഡബ്ലിൻ ഗ്രാഫ്റ്റൺ സ്ട്രീറ്റിലെ ഹേസ് റിക്രൂട്ട്മെന്റ് ഏജൻസിയിലെ IT ഉദ്യോഗസ്ഥയായിരുന്ന അശ്വതിയെ 2 ദിവസം മുൻപായിരുന്നു കാണാതായത്. അശ്വതിയുടെ സുഹൃത്തുക്കളാണ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് ഡാൽക്കി, കിലനി തീരപ്രദേശങ്ങളിൽ കോസ്റ്റ് ഗാർഡും ഹെലികോപ്റ്ററും പരാതിക്ക് പിന്നാലെ അന്വേഷണം നടത്തിവരികയായിരുന്നു. ആ സമയത്താണ് മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത പുറത്തുവന്നത്. തുടർന്ന് ഡാൽനി, കിലനി തീരപ്രദേശങ്ങളിൽ കോസ്റ്റ് ഗാർഡും ഹെലികോപ്റ്ററുകളും എത്തി മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു. ലെറ്റർകെന്നിയിലേക്ക് ജോലി സംബന്ധമായ സ്ഥലമാറ്റം ലഭിച്ച അശ്വതി അവിടെ എത്തേണ്ടതായിരുന്നു. കാണാതായതിന് പിന്നാലെ നടന്ന അന്വേഷണത്തിൽ ഡാൽക്കി ബീച്ചിന് സമീപത്തു നിന്നും അശ്വതിയുടെ ലാപ്ടോപ്പ് അടക്കമുള്ള സാധനങ്ങളെല്ലാം ലഭിച്ചിരുന്നു. ലുവാസിലെ യാത്രയ്ക്ക് ശേഷമാണ് അശ്വതിയെ കാണാനില്ലെന്ന് സൂചന കിട്ടിയത്. പിന്നീട് തെരച്ചിൽ നടത്തുകയായിരുന്നു. ഡാൽക്കി ബീച്ചിന് സമീപത്തു നിന്ന് അശ്വതിയുടെ ലാപ്ടോപ്പും ബാഗും കണ്ടെത്തിയിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് ബ്രേ മേഖലയിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം പുറത്തു വന്നത്. തുടർന്ന് ആശുപത്രിയിലെത്തിയ സുഹൃത്തുക്കൾ അത് അശ്വതിയുടേതാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ലോക്ലിൻസ്റ്റൺ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർ നടപടിക്രമങ്ങൾ പൂർത്തിയായാലുടൻ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം അശ്വതിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ജീവനൊടുക്കിയതാണോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. കഴിഞ്ഞ ദിവസം മുതൽ അശ്വതിയെ കാണാനില്ലായിരുന്നു. തുടർന്ന് തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ അശ്വതിയുടെ സുഹൃത്തുക്കളിൽ നിന്നും അതുപോലെ തന്നെ വീട്ടുകാരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അശ്വതിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വരൂ. ലെറ്റർകെന്നിയിലേക്ക് ജോലി സംബന്ധമായ സ്ഥലമാറ്റം ലഭിച്ച അശ്വതി കഴിഞ്ഞ ദിവസം തന്നെ അവിടെ എത്തിച്ചേരേണ്ടതായിരുന്നു. പിന്നീട് അശ്വതിയെ കാണാതായി മാറുകയായിരുന്നു.